നമുക്ക് തൊട്ടയൽവക്കത്തേക്ക് വളരെ പെട്ടെന്ന് പോവുകയാണെങ്കിൽ തമിഴ്നാട്ടിൽ ഒരേ ഒരു എക്സിറ്റ് പോൾ ഫലപ്രവചനം ശരിയാക്കുന്ന രീതിയിൽ വിജയുടെ പാർട്ടി ഇപ്പോൾ 100 സീറ്റിലേക്ക് എത്തിയിരിക്കുന്നു. 100 സീറ്റിൽ അവിടെ ലീഡുണ്ട്. ബംഗാളിൽ പക്ഷേ മമത വീഴുകയാണ്. ബംഗാളിലും അതുപോലെ അസമിലും പുതുച്ചേരിയിലും എൻഡിയുടെ മുന്നേറ്റമാണ് പ്രകടമാകുന്നത്. ഇതാണ് ദേശീയ തലത്തിൽ നിന്നുള്ള ആകെ ചിത്രം. സംസ്ഥാനത്തേക്ക് വീണ്ടും വരികയാണെങ്കിൽ മണലൂരിൽ രവീന്ദ്രനാഥ് മുന്നേറ്റം കാഴ്ചവെക്കുന്നു. തൃശ്ശൂർ ജില്ലയിലെ ഒരു ആകെ ചിത്രം നോക്കുകയാണെങ്കിൽ തൃശ്ശൂരിൽ രാജൻ ജെ പല്ലൻ UDF സ്ഥാനാർത്ഥി 4157 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. ഒല്ലൂരിൽ കെ രാജൻ LDF സ്ഥാനാർത്ഥി മന്ത്രി അദ്ദേഹം 4607 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. മണലൂരിൽ TN പ്രതാപൻ ലീഡ് തിരിച്ചുപിടിക്കുന്ന ഒരു സാഹചര്യം വീണ്ടും ഉണ്ടാകുന്നു. ഇരിങ്ങാലക്കുടയിൽ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ UDF 1197 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. ചാലക്കുടിയിൽ സനീഷ് കുമാർ ജോസഫ് UDF 840 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. കയ്പമംഗലത്ത് KK വത്സരാജ് LDF 335 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. കൊടുങ്ങല്ലൂരിൽ VR സുനിൽകുമാർ LDF 102 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുമ്പോൾ പുതുക്കാട് KK രാമചന്ദ്രൻ LDF 2059 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. വടക്കാഞ്ചേരിയിൽ സേവ്യർ ചിറ്റിലപ്പള്ളി LDF 2560 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുമ്പോൾ ചേലക്കരയിൽ UR പ്രദീപ് LDF 9928 വോട്ട് എന്ന് പറയുന്ന വളരെ സുരക്ഷിതമായൊരു സ്ഥലത്തേക്ക് അദ്ദേഹം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുന്നംകുളത്ത് AC മൊയ്തീൻ LDF 711 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുമ്പോൾ നാട്ടികയിൽ ഗീതാ ഗോപി LDF 1873 വോട്ടുകൾക്കും ഗുരുവായൂരിൽ അക്ബർ LDF 998 വോട്ടുകൾക്കും ലീഡ് ചെയ്തു. അല്പമൊന്ന് പിന്നോട്ട് പോയെങ്കിലും VD സതീശൻ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരികയാണ് പറവൂരിൽ. അവിടെ അദ്ദേഹം ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നു എന്ന വാർത്ത വരുന്നു. മഞ്ഞളാംകുഴി അലി മങ്കടയിൽ 9778 വോട്ടുകൾക്ക് മുന്നിലാണ്. കൂത്തുപറമ്പിൽ PK പ്രവീൺ മുന്നിലാണ് 4605 വോട്ടുകൾക്ക്. കൊടുങ്ങല്ലൂരിൽ VR സുനിൽകുമാർ 227 വോട്ടുകൾക്ക് മുന്നിൽ. തീർച്ചയായിട്ടും കാസർഗോഡ് UDFന്റെ ലീഡ് നില 6990 മാറുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ മാത്യു കുഴൽനാടൻ അദ്ദേഹത്തിൻ്റെ ലീഡ് 4178 ആകുന്നു. കൊടുവള്ളിയെ പരിശോധിക്കുമ്പോൾ 2 റൗണ്ട് പൂർത്തിയാകുമ്പോൾ ലീഗിൻ്റെ സ്ഥാനാർത്ഥി PK ഫിറോസ് 4875 വോട്ടുകൾക്ക് അദ്ദേഹം മുന്നിലാണ്. കോഴിക്കോട് തന്നെ വടകരയിൽ 3 റൗണ്ട് പൂർത്തിയായപ്പോൾ 2808 വോട്ടുകൾക്ക് KK രമ മുന്നിലെത്തുന്നു. ആലപ്പുഴ അരൂരിൽ ഷാനിമോൾ ഉസ്മാൻ തന്നെയാണ് ഇപ്പോഴും മുന്നിൽ നിൽക്കുന്നത്. അമ്പലപ്പുഴയിൽ G സുധാകരൻ തൻ്റെ ലീഡ് നില വീണ്ടും അദ്ദേഹം ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. ഹരിപ്പാടിൽ 4090 ആവുകയാണ് രമേശ് ചെന്നിത്തലയുടെ ലീഡ് നില. കൊല്ലത്ത് നമ്മൾ നേരത്തെ കണ്ടതാണ്. ചവറയിലും അതോടൊപ്പം തന്നെ കൊട്ടാരക്കരയിൽ KN ബാലഗോപാൽ ഒരു നേരിയ മുൻതൂക്കം അദ്ദേഹത്തിനുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും അത്ര വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. തിരുവനന്തപുരം അരുവിക്കരയിൽ VS ശിവകുമാറാണ് മുന്നിൽ നിൽക്കുന്നത്. ബാലുശ്ശേരിയിൽ വീണ്ടും VT സൂരജ് UDF സ്ഥാനാർത്ഥി വീണ്ടും അദ്ദേഹത്തിന്റെ ലീഡ് നില ഉയർത്തുകയാണ്. PC വിഷ്ണുനാഥിന്റെ ലീഡ് കൂടുന്നു. തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യർ വീണ്ടും മുന്നേറ്റം കാഴ്ചവെക്കുന്നു. 1821 വോട്ടുകൾക്ക് തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യർ വീണ്ടും അട്ടിമറി നടത്തുകയാണ്. തീർച്ചയായിട്ടും ആകെയുള്ള ഫലം ഒന്നുകൂടെ നമ്മൾ പരിശോധിക്കുമ്പോൾ 89 ഇടത്താണ് UDF ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. 47 ഇടത്താണ് LDFന്റെ ലീഡ്. ഒപ്പം തന്നെ 4 ഇടത്തേക്ക് NDയുടെ ലീഡും എത്തുകയാണ്. കായംകുളത്ത് U പ്രതിഭയെ പിന്നിലാക്കിക്കൊണ്ടാണ് M ലിജു ഇപ്പോൾ മുന്നിലേക്ക് വരുന്നത്. M ലിജു തുടക്കം മുതൽക്ക് തന്നെ കൃത്യമായിട്ടുള്ള ഒരു ലീഡ് തന്നെ അദ്ദേഹം മുന്നിൽ ഉയർത്തിയിരുന്നു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശ്രീജ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തവനൂരിൽ VS ജോയ് മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കുന്നു. 3554 വോട്ടുകൾക്കാണ് അദ്ദേഹം തവനൂരിൽ ഒരു അട്ടിമറി വിജയം ലക്ഷ്യമാക്കി മുന്നോട്ട് പോകുന്നത്. ബേപ്പൂരിൽ PA മുഹമ്മദ് റിയാസ് 1698 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. സംസ്ഥാനത്ത് ആകെ ഒരു UDF തരംഗം എന്ന കാര്യം ഉറപ്പിക്കാവുന്ന രീതിയിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പിന്നിൽ നിൽക്കുമ്പോൾ LDFന്റെ ചില ഉറച്ച കോട്ടുകളിൽ അവർ പ്രതീക്ഷിക്കുന്ന പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. പക്ഷേ 2ാം റൗണ്ടിലേക്കാണ് പലയിടത്തും വോട്ടെണ്ണൽ കടന്നിരിക്കുന്നത്. ഇനിയും പല റൗണ്ടുകൾ ബാക്കിയുണ്ട്. ടൈറ്റ് കോമ്പറ്റീഷൻ വരുന്നു. കാരണം 98ലേക്ക് പോയി UDF ഇപ്പോൾ 88ലേക്ക് വീണ്ടും കുറഞ്ഞിരിക്കുകയാണ്. LDF 48 ഇടത്ത് തിളങ്ങുമ്പോൾ NDA 4 ഇടത്താണ് മുന്നേറുന്നത്. തീർച്ചയായിട്ടും എന്തായാലും UDF ക്യാബിനെ സംബന്ധിച്ചിടത്തോളം അത്യന്തം ആവേശകരമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ സണ്ണി ജോസഫ് തന്നെ KPCC അധ്യക്ഷൻ തന്നെ പറഞ്ഞതുപോലെ 100 കടക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം. ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്ന് നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. കുന്നത്തനാട് VP സജീന്ദ്രൻ മുന്നേറ്റമുണ്ടാക്കുന്നു. മാനന്തവാടി UDF സ്ഥാനാർത്ഥി ഉഷ വിജയൻ മുന്നേറ്റമുണ്ടാക്കുന്നു. എറണാകുളം പിറവത്ത് അനൂപ് ജേക്കബ്. എന്തായാലും ഒരു ശക്തമായ പോരാട്ടം. കോതമംഗലത്ത് ഷിബു തെക്കുംപുറം 12340 കടക്കുകയാണ് അദ്ദേഹത്തിന്റെ ലീഡ് നില. വലിയ മുന്നേറ്റമാണ് അദ്ദേഹം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇടുക്കി റോയ് കെ പൗലോസ് 2500 വോട്ടുകൾക്ക് റോഷി അഗസ്റ്റിൻ പിന്നിട്ട് നിൽക്കുന്നു. റോഷി അഗസ്റ്റിൻ 2500 വോട്ടുകൾക്ക് പിന്നിട്ട് നിൽക്കുന്നു. റോഷി അഗസ്റ്റിന് ഒരു ഘട്ടത്തിലും ഈ മത്സരത്തിൽ മുന്നോട്ട് വരാൻ സാധിച്ചില്ല. നിലവിൽ റോയ് കെ പൗലോസ് 2500 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. ദീർഘകാലത്തിന് ശേഷമാണ് ആ മണ്ഡലത്തിൽ കൈപ്പത്തി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി വരുന്നത്. അതിൻ്റെ ഒരു മേൽക്കൈ തുടക്കത്തിൽ തന്നെ UDFന് ലഭിക്കുമെന്ന വിലയിരുത്തലുണ്ടായിരുന്നു. അത് ശരിവെക്കുന്ന രീതിയിലാണ് റോയ് കെ പൗലോസിന്റെ ഇപ്പോഴത്തെ മുന്നേറ്റം. നൂറ്റാണ്ടിന്റെ പിന്തുണ അവിടെ റോഷി അഗസ്റ്റിന് നഷ്ടമാവുകയാണ്. എന്തായാലും അവിടെ റോയ് കെ പൗലോസിന്റെ ഒരു തേരോട്ടം. അദ്ദേഹം വണ്ടിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. എന്തായാലും ആ വണ്ടിയിൽ അദ്ദേഹത്തിന് ആളുകളോട് നന്ദി പറയാൻ സാധിക്കുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ സൂചനകൾ.